ഹായ് നമസ്കാരം. പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ, എല്ലാവർക്കും ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനപ്പെട്ട 2 ചിത്രങ്ങളാണ് തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. അതിലൊന്ന് ഷാജി കൈലാസ് ജോജു ജോർജ് കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലെത്തിയ ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രം വരവ് ആണ്. രണ്ടാമത്തെ ചിത്രം അച്യുതൻ അവതാരമാണ്. നമ്മൾ ആദ്യമായി നോക്കുന്നത് ജോജു ജോർജ് പ്രധാന കഥാപാത്രത്തിലെത്തിയ വരവാണ്. ഒരു കടുത്ത പ്രതികാരത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 90കളിലെ ആക്ഷൻ സിനിമകളുടെ ഓർമ്മപ്പെടുത്തലുകളുമായി എത്തിയ ഈ ചിത്രത്തിൻ്റെ വിശദമായ റിവ്യൂവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഥാപശ്ചാത്തലം നോക്കുവാണെങ്കിൽ ഹൈ റേഞ്ച് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പക്കാ പ്രതികാര കഥയാണിത്. വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി പരോളിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പോൾസൺ അഥവാ പോളച്ചൻ എന്ന കഥാപാത്രമാണ് ജോജു ജോർജ് കൈകാര്യം ചെയ്യുന്നത്. ആ ധനികനായ പ്ലാന്ററിലൂടെയാണ് കഥ വികസിക്കുന്നത്. പോളച്ചൻ്റെ അനിയൻ വില്യം, അർജുൻ അശോകനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. വില്യം നാട്ടിലെ പ്രബലനായ പ്ലാന്റർ മേടയിൽ കൊച്ചേട്ടൻ്റെ മുരളി ഗോപിയാണ് കൊച്ചേട്ടൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ കൊച്ചേട്ടൻ്റെ മകളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് വില്യമിനെ കാണാതാവുകയും ചെയ്യുന്നു. ഈ കാണാതാകലിലേക്ക് നയിച്ച കാരണങ്ങളും ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ പോളച്ചൻ തൻ്റെ ശത്രുക്കളോട് പകരം വീട്ടാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. AK സാജൻ ഒരുക്കിയ തിരക്കഥയിൽ മിസ്റ്ററി ഘടകങ്ങളുണ്ടെങ്കിലും 90കളിലെ സ്ഥിരം ഫോർമുലകളെയാണ് കഥ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംവിധാനം നോക്കുവാണെങ്കിൽ ഷാജി കൈലാസ് എന്ന ആക്ഷൻ മാസ്റ്ററുടെ സിഗ്നേച്ചർ ശൈലി ചിത്രത്തിലുടനീളം നമുക്ക് കാണാം. ടൈറ്റ് ഫ്രെയിമുകളും നാടകീയമായ സൂം ഷോട്ടുകളും മാസ്റ്റ് ആക്ഷൻ ബ്ലോക്കുകളും അദ്ദേഹം ചിത്രത്തിൽ സമൃദ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും സമകാലിക പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കഥയെ പുതിയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സംവിധായകന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും പഴയകാല സിനിമകളുടെ റീറൺ കാണുന്നത് പോലെയുള്ള തിയേറ്റർ അനുഭവമാണ് ഇത് സമ്മാനിക്കുന്നത്. അഭിനേതാക്കൾ നോക്കുവാണെങ്കിൽ ജോജു ജോർജ്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം ജോജുവിൻ്റെ മാസ് സ്ക്രീൻ പ്രസൻസും ആക്ഷൻ രംഗങ്ങളുമാണ്. പോളച്ചൻ്റെ സങ്കടവും രോഷവുമെല്ലാം തനത് ശൈലിയിൽ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. മുരളി ഗോപിയെ നോക്കുവാണെങ്കിൽ വില്ലൻ കഥാപാത്രമായ മേടയിൽ കൊച്ചേട്ടനായി മുരളി ഗോപി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യവും ഭാവങ്ങളും വില്ലൻ വേഷത്തിന് കൂടുതൽ തീവ്രത നൽകിയിട്ടുണ്ട്. അർജുൻ അശോകൻ, സാനിയ ഈയപ്പൻ കഥയിൽ വലിയ ഒരു പ്രാധാന്യമുണ്ടെങ്കിലും സ്ക്രീൻ ടൈം കുറവായിരുന്നതിനാൽ ഇവർക്ക് കൂടുതൽ പ്രകടനത്തിനുള്ള അവസരമില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. മറ്റു താരങ്ങൾ സുകന്യ തൻ്റെ മെലോ ഡ്രാമാറ്റിക് ശൈലിയിൽ തിളങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പഴയകാല സ്റ്റീരിയോ ടൈപ്പ് വേഷങ്ങളിലേക്ക് തിരികെ എത്തിയ ബാബുരാജ്, വാണി വിശ്വനാഥ് എന്നിവരും ബൈജു സന്തോഷ്, ദീപക് പറമ്പോൾ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിർമ്മാണം നോക്കുവാണെങ്കിൽ ഓൾഗ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നൈസി റജിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ ക്യാൻവാസിൽ ആവശ്യമായ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിത്രത്തിൽ കാണാനുണ്ട്. സ്റ്റണ്ട് സിൽവ ഉൾപ്പെടെയുള്ള വൻ ആക്ഷൻ കൊറിയോഗ്രാഫർമാരെ അണിനിരത്തി ആക്ഷൻ രംഗങ്ങൾ റിച്ചാക്കാനായിട്ട് നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംഗീതവും പശ്ചാത്തല സംഗീതവും നമ്മൾ നോക്കുമ്പോൾ തമിഴിലെ ഹിറ്റ് കമ്പോസറായ സാം CS ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ചില മാസ് രംഗങ്ങളിലെ തീം മ്യൂസിക്കും BGMഉം തിയേറ്ററുകളിൽ ആവേശം തരുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും ഒരേ പാറ്റേൺ ആവർത്തിക്കുന്നത് കാരണം സംഗീതം അല്പം ലൗഡായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഛായാഗ്രഹണത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ S ശരവണനാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹൈ റേഞ്ചിൻ്റെ ഭംഗിയും ആക്ഷൻ രംഗങ്ങളിലെ തീവ്രതയും ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെലുങ്ക്, തമിഴ് മാസ് പടങ്ങളുടെ വിഷ്വൽ ശൈലി പല ഫ്രെയിമുകളിലും പതിക്കുന്നുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റർ. ആക്ഷൻ രംഗങ്ങളിലെ കട്ടുകൾ വേഗതയേറിയതാണെങ്കിലും 2 മണിക്കൂർ 23 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ ലാഗ് അനുഭവപ്പെടുന്ന ചില ഭാഗങ്ങൾ ഏകദേശം 20 മിനിറ്റോളമുണ്ട്. കുറച്ചുകൂടി ട്രിം ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ്. തിയേറ്റർ പ്രതികരണം, ഓഡിയൻസ് റെസ്പോൺസ് നോക്കുവാണെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 90കളിലെ ഷാജി കൈലാസ് ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന, തിയേറ്ററുകളിൽ അടിപൂരവും മാസ് ഡയലോഗുകളും മാത്രം പ്രതീക്ഷിക്കുന്ന
കടുത്ത ആക്ഷൻ പ്രേമികൾക്ക് ഈ ചിത്രം മികച്ചൊരു വിരുന്നാണ്. എന്നാൽ പുതുമയുള്ള സ്റ്റോറി ലൈനും റിയലിസ്റ്റിക് സിനിമകളും ആഗ്രഹിക്കുന്ന ആധുനിക പ്രേക്ഷകർക്ക് ചിത്രം അല്പം പ്രവചനീയവും പ്രഡിക്റ്റബിളായിട്ട് തോന്നും, പഴഞ്ചനുമായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ജോജു ജോർജിൻ്റെ തകർപ്പൻ പ്രകടനവും കനത്ത ആക്ഷൻ രംഗങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മാസ് ആക്ഷൻ ചിത്രമാണ് വരവ്. അടുത്ത പടം നമ്മൾ നോക്കുന്നത് അച്യുത അവതാരമാണ്. ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായ സൈബർ തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ പുത്തൻ റിലീസ് ചിത്രം അച്യുത അവതാരം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിൻ്റെ ജീവിതം തകിടം മറിക്കുന്ന ആഗോള സൈബർ ക്രൈം മാഫിയയ്ക്കെതിരെയുള്ള ഒരു സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൻ്റെ വിശദമായ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. കഥാപശ്ചാത്തലം നോക്കുവാണെങ്കിൽ ഒരു പരമ്പരാഗത ഗ്രാമത്തിലെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൻ്റെ ശാന്തമായ ജീവിതത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇൻ്റർനെറ്റും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ ഈ കുടുംബം അകപ്പെടുകയാണ്. സർവ്വസമ്പാദ്യവും നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന കുടുംബത്തിന് നീതി ഉറപ്പാക്കാനായി അതിലെ നായിക രംഗത്തിറങ്ങുന്നതാണ് കഥയുടെ പ്രധാന വഴിത്തിരിവ്. കേവലം ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരി ഡിജിറ്റൽ അധോലോകത്തിൻ്റെ ഇരുണ്ട വശങ്ങളും അതിലേക്ക് സാധാരണക്കാർ എങ്ങനെ ഇരയാക്കപ്പെടുന്നു എന്നതും ചിത്രം മികച്ച രീതിയിൽ വരച്ചു കാട്ടുന്നുണ്ട്. സംവിധാനത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ പുനീത് ആണ് ഈ ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ആധുനിക കാലത്തെ സൈബർ ക്രൈം പ്രമേയത്തെ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ വിശ്വസനീയമായി സ്ക്രീനിലെത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ സസ്പെൻസും ഡ്രാമയും ഒരേ അളവിൽ നിലനിർത്താനായിട്ട് സംവിധായകൻ കാണിച്ച മിടുക്ക് പ്രശംസനീയമാണ്. അഭിനേതാക്കൾ നോക്കുവാണെങ്കിൽ മാളവിക നന്ദനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. കുടുംബത്തിന് വേണ്ടി സൈബർ ലോകത്തെ മാഫിയയ്ക്കെതിരെ പോരാടുന്ന ശക്തയായ പെൺകുട്ടിയായി അവർ സ്ക്രീനിൽ തിളങ്ങി. വൈകാരിക രംഗങ്ങളിലും ത്രില്ലർ നിമിഷങ്ങളിലും മികച്ച അഭിനയമായിരുന്നു മാളവികയുടേത്. സീമാജി നായരാണ് മറ്റൊരു നടി. മലയാളികളുടെ പ്രിയതാരം സീമാജി നായരുടെ അമ്മ വേഷം പ്രേക്ഷകരുടെ കണ്ണു നിറയ്ക്കുന്ന ഒന്നാണ്. തട്ടിപ്പിന് ഇരയായി തകരുന്ന അമ്മയുടെ വേഷം അവർ അതീവ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിനാഷ് ആൻഡ് രമേഷ് വർമ്മയുടെ പ്രകടനം നോക്കുവാണെങ്കിൽ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇരുവരും തങ്ങളുടെ വേഷങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട്. നിർമ്മാണം നോക്കുവാണെങ്കിൽ രമേശ ഷെട്ടിയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഒരു ഇൻഡോർ ക്രൈം ഡ്രാമയ്ക്ക് ആവശ്യമായ പ്രൊഡക്ഷൻ വാല്യൂ നൽകാനായിട്ട് നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സംഗീതവും പശ്ചാത്തല സംഗീതവും എടുക്കുകയാണെങ്കിൽ MS പ്രസന്നകുമാർ ആണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനങ്ങൾ വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഛായാഗ്രഹണം നോക്കുവാണെങ്കിൽ ആനന്ദ് മീനാക്ഷിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സൈബർ ഹാക്കിംഗ് രംഗങ്ങളും ഡിജിറ്റൽ ലോകത്തിൻ്റെ സങ്കീർണതകളും ലാപ്ടോപ്പ് മൊബൈൽ സ്ക്രീനുകളുടെ വിഷ്വലുകളും ഒപ്പിയെടുക്കുന്നതിൽ ക്യാമറ വർക്ക് മികച്ച നിന്നു. എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ മഹേഷ് തൊഗാട്ട, പവൻ പൂവയ്യ എന്നിവർ ചേർന്നാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഒരിടത്ത് പോലും ലാഗ് അടിപ്പിക്കാതെ വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന രണ്ടാം പകുതിയിലെ കട്ടുകൾ മികച്ചതായിരുന്നു എന്ന് വേണം പറയാൻ. തിയേറ്റർ പ്രതികരണം, ഓഡിയൻസ് റെസ്പോൺസ് നോക്കുവാണെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഇന്നത്തെ കാലത്ത് കൃത്യമായ ഒരു ബോധവൽക്കരണം നൽകുന്ന സന്ദേശമാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഓരോ കുടുംബവും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല സോഷ്യൽ മെസ്സേജും ഉദ്വേഗജനകമായ നിമിഷങ്ങളും സമ്മാനിക്കുന്ന ഒരു മികച്ച സൈബർ ക്രൈം ഡ്രാമ ത്രില്ലറാണ് അച്യുത അവതാരം എന്ന സിനിമ. നിങ്ങൾ ഈ 2 സിനിമയിൽ ഏത് സിനിമയാണ് ഈ ആഴ്ച കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.